നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേർപ്പ് ബ്ലോക്ക് പരിധിയിൽ വിജയിച്ച ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് അനുമോദനവുമായി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് അനുമോദനം ഒരുക്കിയത്. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹാ തിരുനാളും വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും വിപുലമായി ആഘോഷിക്കും. ജനുവരി 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുക. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം സെന്ററിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേർപ്പ് ബ്ലോക്ക് പരിധിയിൽ വിജയിച്ച ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് അനുമോദനവുമായി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് അനുമോദനം ഒരുക്കിയത്. ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് മധുരം നൽകിയാണ് അനുമോദിച്ചത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലായിരുന്നു അനുമോദന ചടങ്ങ്. മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷനായി. ഒരു മാറ്റം വരുത്തി ഒരു ജനകീയ മുഖം നാട്ടിൽ ഉണ്ടാക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം. നിങ്ങളെ എല്ലാവരെയും വിജയിച്ച ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ പഞ്ചായത്തിലേക്കും വിജയിച്ച നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കോൺഗ്രസ് പ്രവർത്തകർക്കും വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇന്ന് ചെറിയൊരു മധുരം എല്ലാവർക്കും നമ്മൾ വിതരണം ചെയ്യും. ആ മധുരം നമുക്ക് എന്നും നിലനിൽക്കുന്ന രീതിയിലേക്ക് നിങ്ങളിൽ ആവേശവും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഊർജ്ജസ്വലതയും നിലകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ യോഗത്തിലേക്ക് ചേർന്ന എല്ലാവർക്കും ജയിച്ചവർക്കും അതൊന്നുമില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു വിഷമില്ല, ജയിച്ചവർക്കും അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ മുന്നണി പോരാളികളിൽ നിന്ന് മത്സരിച്ചവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നൽകിയ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. MK അബ്ദുൽ സലാം, ജോസഫ് പെരുമ്പിള്ളി, KK അശോകൻ, സിജോ ജോർജ്, ഷീല ഹരിദാസ്, CK വിനോദ്, CK ഭരതൻ, IA വിൽസൺ, MN ഉണ്ണികൃഷ്ണൻ, KR സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ, വാർഡ് പ്രസിഡന്റുമാർ എന്നിവരുൾപ്പെടെ നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹാ തിരുനാളും വിശുദ്ധ റഫായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും വിപുലമായി ആഘോഷിക്കും. ജനുവരി 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുക. പള്ളിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇടവക വികാരിയും റെക്ടറുമായ ഫാദർ ഡോക്ടർ ജോബ് പടയാട്ടിൽ തിരുനാൾ വിവരങ്ങൾ അറിയിച്ചത്. ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 7:15 ലതീഞ്ഞ് ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം നടക്കും. തുടർന്ന് തിരുനാൾ പ്രസുതേന്തി സമർപ്പണവും നടക്കും. ജനുവരി 2 മാസാദി വെള്ളി തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുക. രാവിലെ 10 ആഘോഷമായ പാട്ടുകുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് ആബാ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ സിൻഡോ പൊന്തേക്കൻ മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് 12 സൗഖ്യദായക തിരുഹൃദയ ഊട്ട് വിതരണം നടക്കും. വൈകിട്ട് 7 ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും തുടർന്ന് തിരുമുറ്റമേളവും നടക്കും. ജനുവരി 3 രാവിലെ 7:15 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് തിരുഹൃദയം, അമ്പ് എന്നിവ വെഞ്ചരിച്ച് നൽകും. വൈകിട്ട് 5 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, പിണ്ടി തിരി തെളിയിക്കൽ എന്നിവ നടക്കും. രാത്രി 10 തിരുഹൃദയം, അമ്പ് എഴുന്നള്ളിപ്പ് പള്ളിയിൽ സമാപിക്കും. ജനുവരി 4 ഞായറാഴ്ച ഈശോയുടെ ദനഹാ തിരുനാൾ ആഘോഷിക്കും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഇടവകാംഗമായ നവവൈദികൻ ഫാദർ ജോബിൻ ഐനിക്കൽ മുഖ്യ കാർമ്മികനാകും. മങ്ങാട് ഇടവകയിലെ നവവൈദികൻ ഫാദർ ജിജോ തറയിൽ ദനഹാ സന്ദേശം നൽകും.
അമ്മാടം ഇടവകയിലെ നവവൈദികൻ ആക്ടൻ പള്ളിശ്ശേരി സഹകാർമ്മികനാകും. വൈകിട്ട് 4:30-ക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടക്കും. ജനുവരി 5-ന് രാവിലെ 6:30-ക്ക് ഇടവകയിലെ മരിച്ചവർക്കായി വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവ നടക്കും. വൈകിട്ട് 6:30-ക്ക് നവവൈദികനുള്ള അനുമോദന ചടങ്ങിന് ശേഷം ഗാനമേള അരങ്ങേറും. ജനുവരി 11-ന് ഞായറാഴ്ച രാവിലെ 7:15-ന് ദനഹാ തിരുനാൾ 8-ാമിടവും ആഘോഷിക്കും. ഇടവക വികാരിയും റെക്ടറുമായ ഫാദർ ജോബ് പടയാട്ടിലിനൊപ്പം ജനറൽ കൺവീനർ ഷാജു കിടങ്ങൻ, കൈക്കാരന്മാരായ ബിജു തെക്കിനിയത്ത, ജോൺസൺ വള്ളൂപ്പാറ, ജോക്സൺ കുറ്റിക്കാട്ടിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സെബസ്ത്യാനോസിൻ്റെയും തിരുനാളായിട്ട് നമ്മുടെ പള്ളിയിലത്തെ മെയിൻ തിരുനാളായിട്ട് നമ്മളിത് ആഘോഷിക്കുന്നത്. പിന്നെ ജൂൺ മാസത്തിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളുണ്ട്. അപ്പോൾ അത് പൂർവാധികം ഭംഗിയായി തന്നെ ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ അത് KCM ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി വയ്ക്കുന്നത്. നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രസിഡന്റ് വായിച്ച അത് കഴിഞ്ഞിട്ട് ഈ തിരുമുറ്റമേളം, അത് സ്വിച്ച് ഓൺ കർമ്മമുണ്ട് അന്ന് തന്നെ, വെള്ളിയാഴ്ച തന്നെ. അപ്പോൾ ആ ദിവസത്തിലൊരു ഇതിനു വേണ്ടി തിരുമുറ്റമേളം, അത് ഈ വർഷത്തെ പുതിയൊരു പരിപാടിയാണ്. 40 കലാകാരന്മാരെ ഇറക്കിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. KCM ആണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത്. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം സെന്ററിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കിയത്. പ്രിയ കൂട്ടരെ പറഞ്ഞ കഥ പൊതുമരാമത്ത് വകുപ്പ് തൃശൂർ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് മുജീബ് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇവരൊക്കെ നമുക്ക് ദൈവം തന്ന മക്കളല്ലേ, എന്താണ് അസുഖം, എന്താണ് അവർക്ക് യാതൊരു. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് ചെയ്ത് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇവരെ കൊണ്ട് ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്ത് പഠിപ്പിക്കണം. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ അത് അടിക്കുക, തുടയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പഠിപ്പിക്കുക. എന്നാലും അവർക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അതുപോലെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായി ചെയ്യിപ്പിക്കുക. മടി ഉണ്ടാവുക അവർക്ക്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ തുടയ്ക്കാൻ തുണി കാണിച്ചു കൊടുക്കുക, തുണി അങ്ങനെ ചെയ്ത് കാണിച്ചു വരുമ്പോൾ അവർക്ക് അതങ്ങനെ പെട്ടെന്ന് മനസ്സിലൊക്കെ വരും. പിന്നെ നമ്മളെക്കാൾ ഇൻട്രസ്റ്റ് അവർക്കായിരിക്കും. എല്ലാവരും ഇതേപോലെ വീട്ടിൽ കോച്ചിങ് കൊടുക്കണം. അതിന് ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോയി കഴുകാൻ ഇത്ര സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ പൈപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ അവർക്കത് മനസ്സിലാവും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് നിയുക്ത മെമ്പർ ജയശ്രീ ഷാജൻ അധ്യക്ഷയായി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീമോൾ, അഭിലാഷ് മൂലക്കാട്ടിൽ, ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർമാരായ ദിവ്യ, അമ്പിളി, പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്രിസ്തുമസ് രാവിനെ വരവേൽക്കാൻ ഗ്ലോറിയ മെലഡീസ് ഒരുക്കി ചൊവ്വൂർ YMCA. ശ്രദ്ധേയമായ ക്രിസ്തുമസ് ഗാനങ്ങളാണ് ഗ്ലോറിയ മെലഡീസിലൂടെ അവതരിപ്പിച്ചത്. ചൊവ്വൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ ഗ്ലോറിയ മെലഡീസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിന്റെ രക്ഷകനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ദൈവം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശു. അതാണ് ദൈവം ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ് അർത്ഥം. അതിനർത്ഥം നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും വേദനകളിലും സന്തോഷങ്ങളിലും എല്ലാത്തിലും അതിൻ്റെ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് അതിനോടൊപ്പം അത് അനുഭവിച്ച് ജീവിച്ച്
മരിച്ച് ഉയർത്തവനാണ് ലോകരക്ഷകനായ യേശു. അപ്പം ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഭൂമിയിൽ അവതരിച്ചു. ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമായിട്ട് ഒരു രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. ആ രക്ഷകനാണ് രക്ഷകനായ ക്രിസ്തു. ഈ രക്ഷകന്റെ വരവ് അറിയിച്ചുകൊണ്ടാണ് കലോത്സവങ്ങൾ പിന്നീട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ പോയിരുന്നത്. കലോത്സവങ്ങൾ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ പോകുന്നതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം രക്ഷകനായ യേശുവിൻ്റെ ജനനത്തെ ആട്ടിടയന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ അറിയാൻ സാധിച്ചതുപോലെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ്. ഇതാ നിങ്ങൾക്കായി ലോകത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, അവനെ ആരാധിക്കുവിൻ എന്ന് ദൈവദൂതന്മാരുടെ വാക്കുകൾ, ആ വാക്കുകൾ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ക്രിസ്തുവിന്റെ വരവ് മാനവരാശിക്കുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണെന്നും ജീവിത പ്രവർത്തികളും ക്രിസ്മസ് ആഘോഷങ്ങളും അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ സമൂഹത്തിന് മാതൃകയാകണമെന്നും അദ്ദേഹം പറഞ്ഞു. YMCA സംഘടിപ്പിച്ച അഖില കേരള ബാലചിത്ര രചനാ മത്സരത്തിൽ ചൊവ്വൂർ സെന്റർതല യൂണിറ്റ് വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചൊവ്വൂർ YMCA വിമൻസ് ഫോറം പ്രസിഡന്റും നിയുക്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് ലീന ജോസ്, YMCA ലൈഫ് മെമ്പറും നിയുക്ത ചേർപ്പ് പഞ്ചായത്ത് മെമ്പറുമായ സിജോ ജോർജ്, പഞ്ചായത്ത് മെമ്പർ എൽവിയ ദേവസി എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. പെയിന്റിംഗ് സംസ്ഥാനതല മത്സര വിജയിയായ കുമാരി PS അന്നയെ ചടങ്ങിൽ അനുമോദിച്ചു. ക്രിസ്മസ് കേക്ക് മുറിക്കൽ, ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജോബി ജോർജ്, സെക്രട്ടറി ജോസഫ് പുളിക്കൻ, ട്രഷറർ പോൾസൺ മാറോക്കി, പ്രോഗ്രാം കൺവീനർ രാജു കല്ലേരി, വിമൻസ് ഫോറം കൺവീനർ ലീന ലാസർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. സ്നേഹവിരുന്നിന്റെ ഭാഗമായാണ് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കിയത്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് സ്നേഹവിരുന്നൊരുക്കിയത്. നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന VN സുരേഷ് അധ്യക്ഷനായി. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. ക്രിസ്മസ് കേക്കും ക്രിസ്മസ് സമ്മാനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരസ്പരം കൈമാറി. ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സെക്രട്ടറി AV മുംതാസ് അഭിപ്രായപ്പെട്ടു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, ജനപ്രതിനിധികളായ പ്രഹ്ലാദൻ, വനജ, ശ്രുതി ശ്രീശങ്കർ, പ്രജിത്ത്, അൽഫോൺസ, സുനിത ജിനു, നസീജ, ധന്യ, സിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, അസിസ്റ്റന്റ് സെക്രട്ടറി രാജലക്ഷ്മി ഉൾപ്പെടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആഘോഷത്തിൽ പങ്കെടുത്തു. ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി ഹെൽത്തി കേരള ആരോഗ്യ ശുചിത്വ പരിശോധന ചേർപ്പിൽ നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 21 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഹോട്ടൽ, ബേക്കറി, പലചരക്ക്, പച്ചക്കറി കടകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആരോഗ്യ ശുചിത്വ പരിശോധന. പരിശോധനയിൽ ശുചിത്വം ശരിയായ രീതിയിൽ പാലിക്കാൻ 3 സ്ഥാപനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. സ്ഥാപന ശുചിത്വം, ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം, കിണർ, വാട്ടർ ടാങ്ക് എന്നിവയുടെ നിരീക്ഷണം, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്കുള്ള ഹെൽത്ത് കാർഡ്, പഞ്ചായത്ത് ലൈസൻസ്, ഹരിതകർമ്മസേനയ്ക്ക് ശരിയായ രീതിയിൽ പ്ലാസ്റ്റിക് കൈമാറുന്നത്, നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിച്ച 2 സ്ഥാപനങ്ങൾക്ക് 5000 രൂപ വീതം ഫൈൻ ഈടാക്കാനുള്ള നോട്ടീസ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകി. പരിശോധനയ്ക്ക് ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡോ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P പുഷ്പവല്ലി, പഞ്ചായത്ത് സ്റ്റാഫ് അഞ്ജു രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ കർഷകർക്കായി ആത്മ ജില്ലാതല പരിശീലനം നൽകി. തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലായിരുന്നു പരിശീലനം. ആത്മ തൃശൂർ 2025-26 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിശീലന പരിപാടി. ഭാരത് ഹണി സജയ് കുമാർ പരിശീലന ക്ലാസ് നയിച്ചു. നിരവധി കർഷകർ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. എൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40-50 ടൺ തേൻ ഒരു വർഷം ഞാൻ 50,000 കിലോ തേൻ സംഭരിക്കുന്ന കർഷകനാണ് ഞാൻ എന്നോട്. അപ്പോൾ ഒരു 50,000 രൂപ സംഭരിക്കുന്ന കർഷകന് നിങ്ങൾ മിനിമം എൻ്റെ തേനൊക്കെ 400 രൂപ റേറ്റിലൊക്കെ വേണ്ട, മിനിമം ഒരു 300 രൂപ വിലയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇത് നിങ്ങൾക്ക് പിടികിട്ടും. ഏത് എൻ്റെ ഒരു വരുമാനത്തിൻ്റെ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, ഞാൻ എന്ത് പണിയാൻ പോകുന്നുണ്ട്. എൻ്റെ തേനീച്ചകൾ അന്ത്യവോളം പണിയെടുത്ത് പണിത് കൊടുന്ന് വെച്ച സാധനം അത് അവരോട് ചോദിക്കാണ്ട് അത് മോഷ്ടിക്കാതെ ഞാൻ പോകുന്നത്. അതിനു വേണ്ടി ആര് പണിയുന്നത്? ഞാൻ പോണത്. അല്ലാണ്ട് തേൻ ഉണ്ടാക്കലും അല്ലെങ്കിൽ ഇത് സംഭരിച്ച് വെക്കലൊന്നും എൻ്റെ ഇതൊരിക്കലും പങ്കില്ല. ഇപ്പം നിങ്ങൾ പണിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുന്ന സാധനം നിങ്ങളോട് ചോദിക്കാതെ ഞാൻ
എന്നുള്ളത് ചോദിച്ചു. കാരണം എനിക്ക് ചോദിക്കാനുള്ള അറിവ് എൻ്റെ ഭാഷ അവർക്കും അറിയില്ല, എനിക്കറിയില്ല. അപ്പൊ ഞാനത് കണ്ട് ഇങ്ങോട്ട് എടുക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പറപ്പൂക്കര ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷീല ഹരിദാസ് തൊഴിലുറപ്പ് അമ്മമാർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. നെല്ലായിയിലാണ് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വീണ്ടും കാണാനെത്തുമെന്ന് തൊഴിലുറപ്പ് അമ്മമാർക്ക് വാക്ക് നൽകിയിരുന്നു. ഇത് പാലിക്കാനാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ഷീല ഹരിദാസ് അമ്മമാരെ കാണാനെത്തിയത്. 40ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്നത്. ക്രിസ്മസ് കേക്ക് പരസ്പരം പങ്കുവച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഷീല ഹരിദാസ് തൊഴിലാളികൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചാണ് മടങ്ങിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA ജോൺസൺ, മഹിളാ കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് അജിമോൾ ഷാബു, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു ആന്റണി എന്നിവരും ആഘോഷത്തിൽ പങ്കെടുത്തു. നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന വാർഷികാഘോഷത്തിൽ നിരവധി പരിപാടികൾ അരങ്ങേറി. ആദ്യ ദിനാഘോഷ പരിപാടി റിയാലിറ്റി ഷോ താരം ധ്രുവ ഉദ്ഘാടനം ചെയ്തു. 2ാം ദിനാഘോഷ പരിപാടിയായ റിഥം പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷനായി. വൈസ് ചെയർമാൻ AG ബാബു, ട്രഷറർ KS സുകേഷ് എന്നിവർ മുഖ്യ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ, നിയുക്ത പഞ്ചായത്ത് മെമ്പർ KS ജോൺസൺ, സ്കൂൾ മാനേജർ C രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, രജത് നാരായണൻ, P സുനിൽകുമാർ, സലിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാർ ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ ജിനേഷ് ആണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാവിലെ 7:45 എടത്തിരുത്തി കുമ്പളപ്പറമ്പിലാണ് സംഭവം. ആലപ്പുഴ പുലിയൂർ സ്വദേശി വാലുപറമ്പിൽ വീട്ടിൽ അനു പ്രകാശാണ് ആക്രമിക്കപ്പെട്ടത്. അനു പ്രകാശിന്റെ കാറിൽ ജിനേഷ് സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചിരുന്നു. ഈ സമയം മദ്യപിച്ചാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അനു പ്രകാശ് ചോദിച്ചു. ഇതിന്റെ വൈരാഗ്യത്താൽ ഹെൽമറ്റ് കൊണ്ട് അനു പ്രകാശിനെ ആക്രമിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി ജിനേഷിന് വിവിധ സ്റ്റേഷനുകളിലായി 22ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI TV ഋഷി പ്രസാദ്, ഗ്രേഡ് SI വിപിൻ ദാസ്, ഗ്രേഡ് സീനിയർ CPOമാരായ ജ്യോതിഷ്, സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം വഴിയമ്പലത്ത് KSRTC ബസും ട്രാവലർ വാനും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 11:15 അപകടം. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസും ശബരിമലയിൽ നിന്ന് തിരിച്ചു കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറും മുന്നിലുണ്ടായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ യാത്രിക പെരിഞ്ഞനം സ്വദേശി സൗമ്യയ്ക്ക് നിസാര പരിക്കേറ്റു. ഇവരെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ് പ്രവർത്തകർ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാമക്കാല നഹജുർ റഷാദ് ഇസ്ലാമിക് കോളേജിൽ മദ്ഹ് രാവ് സംഘടിപ്പിച്ചു. 20ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് മദ്ഹ് രാവ് സംഘടിപ്പിച്ചത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. EK മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ഫൈസൽ എളേറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തി. നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി. തുടർന്ന് വേദിയിൽ അരങ്ങേറിയ ഇഷ്ക് മജ്ലിസിന് ഷമീർ ഹുദവി അണ്ടത്തോട് നേതൃത്വം നൽകി. മുഹമ്മദ് സൽവാൻ ആലുവയുടെ നേതൃത്വത്തിൽ ഖവാലിയും അരങ്ങേറി. PM സലീം ചാമക്കാല, PK മുഹമ്മദ്, KH സലീം, അലി, MCM നവാസ്, ഫവാസ് കൊറ്റയിൽ, PK അബ്ദുൽ ഖാദിർ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേർപ്പ് ബ്ലോക്ക് പരിധിയിൽ വിജയിച്ച ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് അനുമോദനവുമായി കോൺഗ്രസ്. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് അനുമോദനം ഒരുക്കിയത്. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹാ തിരുനാളും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും വിപുലമായി ആഘോഷിക്കും. ജനുവരി 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുക.
ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം സെന്ററിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.